നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് ഇത് നമ്മൾ 8ാമത്തെ ക്ലാസ്സാണ് അമ്മ ത്രേസ്യയെക്കുറിച്ച്. 8ആയില്ല, 1ാമത്തെ ദിവസം നമ്മൾ പറഞ്ഞു അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥനയിൽ വളരാൻ നമ്മൾ സ്നേഹത്തിൽ വളരണം, 2 എളിമയിൽ വളരണം, 3 ത്യാഗത്തിൽ വളരണം. ഈ 3 പുണ്യങ്ങളും സുവിശേഷ ആദർശങ്ങളുമായിട്ടുള്ള ബന്ധമായിരുന്നു 4ാം ദിവസത്തെ ക്ലാസ്. 5ാം ദിവസം നമ്മൾ അമ്മ ത്രേസ്യയുടെ 11 സഹനങ്ങളെക്കുറിച്ച് കണ്ടു. 6ാം ദിവസം നമ്മൾ ആത്മീയ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ വിവരിക്കുന്ന പട്ടുനൂൽ പുഴുവിൻ്റെ ഉദാഹരണം ധ്യാനിച്ചു. ഇന്നലെ 7ാം ദിവസം നമ്മൾ എപ്രകാരമാണ് അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ അഭിമുഖീകരിക്കുന്നതിനുള്ള മാർഗം, ദ സ്ട്രാറ്റജി ടു ഫേസ് ദ സഫറിങ്സ്. അങ്ങനെ 7 കാര്യങ്ങൾ കഴിഞ്ഞ് ഇന്ന് 8ാമത്തെ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പറയാൻ പോകുന്നത് അമ്മ ത്രേസ്യയുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ DSS സിസ്റ്റർ ഇന്നാണോ സാക്ഷ്യം പറയാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്? ഇന്നാണോ സിസ്റ്റർ വന്ന് സാക്ഷ്യം പറഞ്ഞോ? മറന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് സിസ്റ്റർ മെറീന. എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്തു, ടാബ്ലറ്റൊക്കെ തന്നു. എനിക്കൊരു കുറവും കണ്ടില്ല. ഇന്ന് രാവിലെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈശോ എനിക്ക് സൗഖ്യം തന്നു. ഈശോയെ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. മെറീന എന്നാണ് സിസ്റ്ററിൻ്റെ പേര്. പ്രിയപ്പെട്ടവരെ, ശ്വാസതടസ്സം എന്ന് പറഞ്ഞാൽ ഒരടി പറഞ്ഞ സിസ്റ്ററെ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, കിടക്കാനും ബുദ്ധിമുട്ടായിരുന്നു, ശ്വാസം എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, കിതച്ചു പോകുമായിരുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തന്നെ കിതച്ചു പോകുന്നു, നടക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്തായാലും പറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ നിരന്തരമായ ഒരാഴ്ചത്തെ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്ററിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നായിരുന്നു അവസാനം, മരുന്ന് തീർന്നു. എന്നിട്ട് എന്തായിരുന്നു അവസ്ഥ? കുറവൊന്നുമില്ലായിരുന്നു. എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെ ആയിരുന്നു ശ്വാസതടസ്സം. കർത്താവ് ഇന്ന് സിസ്റ്റർ വേറൊരു പ്രത്യേകതയുള്ളത്, ഇന്ന് ആദ്യമായിട്ടല്ലേ സിസ്റ്റർ ഇവിടെ വന്നത്? ജീവിതത്തിൽ സിസ്റ്റർ ആദ്യമായിട്ടാണ് ആവിലായിലെ പുണ്യഭൂമിയിൽ കാലുകുത്തിയത്. ആ കാലുകുത്തിയ ദിവസം തന്നെ കർത്താവ് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സാക്ഷ്യം പറയത്തക്ക വിധത്തിലുള്ള ഒരു വലിയ കാര്യം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നൽകി സിസ്റ്ററിനെ ബലപ്പെടുത്തിയതിനെ ഓർത്ത്, സൗഖ്യപ്പെടുത്തിയതിനെ ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം ഈശോയേ. സിസ്റ്റർ ഏത് വചനം പറഞ്ഞാണ് സിസ്റ്റർ സുഖപ്പെട്ടതെന്ന് ഓർക്കുന്നുണ്ടോ? അച്ഛനൊരു വചനം ആവർത്തിച്ച് പറയാൻ പറഞ്ഞു. ആ വചനമാണ് സിസ്റ്ററിനെ സുഖപ്പെടുത്തിയത്. ഏതാണ് വചനം? മൈക്ക് കൂടെ പറ. ഈശോ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഈശോയുടെ കുഞ്ഞാകുന്നു, ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. ഈശോ എന്നെ സ്നേഹിക്കുന്നു, ഞാനൊന്നും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഇതാണ് പ്രിയപ്പെട്ടവർ, ഇതൊരു വചന സത്തയാണ്. അതായത് ഞാൻ ഈശോയുടെ പൈതലാണ്. 2, ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. 3, ഈശോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും ഭയപ്പെടണ്ടെന്ന്. അപ്പം ഞാനൊന്നും ഭയപ്പെടുകയില്ല. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് ആ രോഗപീഡയിൽ നിന്ന് സിസ്റ്റർ സുഖപ്പെട്ടു. കർത്താവ് വചനം ശ്വാസകോശത്തിലേക്ക് ആ വചനം അയച്ച് സിസ്റ്ററിനെ സുഖപ്പെടുത്തി. അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥത്തിന് ഈശോയ്ക്ക് ഒരു കോടി നന്ദി. ഉറക്കെ വിളിക്കാം ഈശോയേ, ഈശോയേ, ഈശോയേ. നമുക്ക് ചിന്തയിലേക്ക് തിരിച്ചു വരാം. അമ്മ ത്രേസ്യ വിശുദ്ധിയുടെ മാനദണ്ഡമായി പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായുമായുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഈ കാലയളവിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട് റിക്വസ്റ്റ്
അല്ലേ? ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു, അവൻ എൻ്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ടാണ്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒത്തിരിയേറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഒരു ഇല്ലിക്കൽ അമ്മച്ചി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഇല്ലിക്കൽ വീട്ടിലെ ഒരു മേരി അമ്മച്ചിയുണ്ട്. ഈ മേരി അമ്മച്ചിക്ക് ഏകദേശം 84 വയസ്സായിട്ടുണ്ട്. മാത്യു ചേട്ടന് 90 വയസ്സായിട്ടുണ്ട്. മത്തായി ചേട്ടനെ അമ്മച്ചി എപ്പോഴും വിളിക്കുന്ന, മേരി അമ്മച്ചി വിളിക്കുന്ന പേര് ഇതാണ്: കൂട്ടുകാരാ അങ്ങോട്ട് വന്നേ, കൂട്ടുകാരാ. ഭർത്താവിനെ കൂട്ടുകാരാന്ന് വിളിക്കുന്ന ഭാര്യമാരൊക്കെ ഒന്ന് കൈവെക്കാവോ? ഒരാളുള്ളൂ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ആരും മക്കളൊന്നും ഇല്ലാത്ത നേരത്ത് നോക്കിയിട്ട് കൂട്ടുകാരാന്നൊന്ന് വിളിച്ചു നോക്ക്. സോളി ചേച്ചി, ഇനി ചേട്ടനൊന്ന് വിളിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് അച്ഛനെ എപ്പോഴും കേൾക്കുന്നതാണ് മേരി അമ്മച്ചി ഇങ്ങനെ കൂട്ടുകാരാന്ന് വിളിക്കുന്നത്. അച്ഛൻ്റെ കൂടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ലിസ് ചേച്ചി എന്ന് പറയുന്ന കൂത്തുപറമ്പിൽ നിന്നുള്ള ചേച്ചിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതിലും നല്ല ഒരു വാക്ക് ഭർത്താവിനെ, അങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് അവർക്ക് തന്നെ ഓർമ്മയില്ല, ഇപ്പം 84 90 ആയിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിലും കൂട്ടുകാരാ എന്ന് വിളിച്ച് തുടച്ചു കൊടുക്കുന്ന ഈ കൂട്ടുകാരിയുടെ ചിത്രം മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയ്ക്ക് വിളിക്കാവുന്ന പേരാണ് ഫ്രണ്ട്, കൂട്ടുകാരൻ, കൂട്ടുകാരി. ഹല്ലേലൂയ. അമ്മ ത്രേസ്യ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൻ്റെ ഒരു മാനദണ്ഡമെന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ഇതുപോലെ ഒരു കൂട്ടുകാരിയായി ഇരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. കാരണം ഇത് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ചില ആളുകൾ വിചാരിക്കുന്നു എൻ്റെ വിശുദ്ധിയുടെ മാനദണ്ഡം എൻ്റെ ഉപവാസമാണ്, ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ചെയ്യുന്ന ആളാണ്. ചില ആളുകൾ പറയുന്നു എൻ്റെ വിശുദ്ധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് എൻ്റെ ദാരിദ്ര്യ ജീവിതമാണ്, എൻ്റെ സഹനങ്ങളാണ്, ഞാൻ എത്രമാത്രം പ്രാശ്ചിത്തങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കാണുക, ഞാൻ എത്രമാത്രം അത് ചെയ്യുന്നു, ദാനധർമ്മം ചെയ്യുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നു, കുരിശിൻ്റെ വഴി എത്തിക്കുന്നു, കരുണക്കൊന്ത എത്തിക്കുന്നു, 3 മണിക്ക് എഴുന്നേൽക്കുന്നു, ബൈബിള് വായിക്കുന്നു, ഒക്കെ ശരിയാണ്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. എന്താണ് അടിസ്ഥാനപരമായി എൻ്റെ വിശുദ്ധിയുടെ മാനദണ്ഡം? നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, പക്ഷെ അമ്മ ത്രേസ്യ ചോദിക്കും, ആർ യു എ ഫ്രണ്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? നീ ക്രിസ്തുവിൻ്റെ ഒരു സുഹൃത്താണോ? അപ്പോൾ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് നിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനോട് ഒരു ഇൻറ്റിമസി ഉണ്ടോ? ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലേ, അവിടെ നിങ്ങോട് ഒരു ചില പ്രണയത്തിൻ്റെ തരംഗങ്ങൾ പാസ് ചെയ്യുന്നുണ്ടോ? ഇതാണ് ചോദ്യം, ഇൻറ്റിമസി. അപ്പോൾ ഈ ഇൻറ്റിമസിയെ അളക്കാനായിട്ട് കുറേ മാനദണ്ഡങ്ങളുണ്ട്. അതിലൊരു 5 മാനദണ്ഡമാണ് അച്ഛൻ ഈ രാത്രിയിൽ സന്ധ്യയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 1, നമ്മൾ ഒരാളുമായിട്ട് ക്രിസ്തുവുമായിട്ടുള്ള പ്രണയത്തിൻ്റെ കാര്യം അമ്മ ത്രേസ്യ പറയുന്നു, ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ വേൾഡ്. അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, വേറൊരു വാക്ക് പറയാം, കണ്ടംപ്റ്റ് ഫോർ ദ വേൾഡ്. അതായത് ലോകത്തിലെ വസ്തുക്കളോട് കാര്യങ്ങളോടൊക്കെയുള്ള ഒരു അവജ്ഞ എന്നാണ് അതിൻ്റെ അർത്ഥം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇങ്ങനെ പറയാം, സിസ്റ്റേഴ്സ് എഴുതി വെക്കുന്നതുകൊണ്ട് അച്ഛൻ ആവർത്തിച്ച് പറയാം. 1, കണ്ടംപ്റ്റ് ഫോർ എർത്ത്ലി തിങ്സ്. ഈ ഭൂമിയിൽ കുറേ കാര്യങ്ങളുണ്ട്. തിയേറ്ററുകളുണ്ട്, പാർക്കുകളുണ്ട്, കള്ളുഷാപ്പുകളുണ്ട്, ബാറുകളുണ്ട്, അല്ലെങ്കിൽ പിക്നിക് കേന്ദ്രങ്ങളുണ്ട്, യാത്രകളുണ്ട്, പലതുമുണ്ട്. എനിക്ക് സുഖം തരുന്ന, എന്നെ ആനന്ദിപ്പിക്കുന്ന കാര്യങ്ങൾ കുറേയുണ്ട്. അല്ലെങ്കിൽ ട്രോളുകൾ വായിച്ചിരിക്കാം, വാർത്ത കണ്ടിരിക്കാം, പേപ്പർ വായിച്ചിരിക്കാം, നോവൽ വായിച്ചിരിക്കാം, അങ്ങനെ ഒത്തിരി ലോകത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. ഒത്തിരി കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട്. എനിക്ക് ഇതിനോടൊക്കെയുള്ള ഒരു താല്പര്യക്കുറവ് എന്തുകൊണ്ടാണ്? എനിക്ക് ക്രിസ്തുവിനോട് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ട് തന്നെ. ഒരു പെൺകുട്ടി ഒരു പുരുഷനുമായി പ്രണയത്തിലായി എന്ന് വിചാരിക്കേ, നമ്മൾ അവളോട് പറഞ്ഞു കൊടുക്കുന്നു, എടി അവനൊന്നുമില്ല, എനിക്കവൻ മതി. നീ എന്ത് കണ്ടിട്ടാണ് ഈ ചാടി പോകുന്നത്? എനിക്കവൻ മതി. നീ മറ്റേ പ്രപ്പോസൽ വന്നത് കണ്ടില്ല, അവർക്ക് 10 ഏക്കർ സ്ഥലമുണ്ട്, എനിക്കിവൻ മതി. മറ്റേ പ്രപ്പോസൽ കണ്ട അവൻ അമേരിക്കയിൽ ജോലി, 8 ലക്ഷം രൂപ ശമ്പളം, അതൊന്നും വേണ്ട, എനിക്കിത് മതി.
കോട്ടയത്ത് നിന്ന് ചെറുക്കം വന്ന് കണ്ടില്ലേ, അവരുടെ പുണ്യാളച്ചൻ്റെ വീട്ടുകാരാണ്. എനിക്ക് അങ്ങനെ പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ എന്ത് പറഞ്ഞു കൊടുത്താലും നിനക്ക് എത്ര ഡോക്ടർ വന്നിട്ടുണ്ട്, ഇല്ല എനിക്ക് ആ ചുമട്ട് തൊഴിലാളിനെ മതി. കാരണം അവൾ അവനുമായി പ്രണയത്തിലാണ്. ബാക്കിയുള്ളതൊന്നും അവളുടെ കണ്ണിൽ പെടുകയില്ല. പെടുത്താനായിട്ട് നോക്കിയാൽ നമ്മൾ വെറുതെ സമയം കളയാന്നുള്ളൂ. കണ്ടംപ്റ്റ് ഫോർ എവറിത്തിങ് എൽസ് വെൻ ദ പേഴ്സൺ ഈസ് ഇൻ ലവ് വിത്ത് എ പർട്ടിക്കുലർ പേഴ്സൺ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ളൊരു ടോട്ടൽ കോൺസെൻട്രേഷൻ, പൂർണ്ണമായിട്ടുള്ള ഒരു ഏകാഗ്രത ക്രിസ്തുവുമായി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുവുമായിട്ട് നമ്മൾ സൗഹൃദത്തിലാണെന്ന് പറയാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനങ്ങൾ എഴുതി വെച്ചോ. 20-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങൾ ഇങ്ങനെയാണ്: എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ: ഈശോയുടെ കാര്യം, ഈശോയുടെ ദൗത്യം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളോ, നിൻ്റെ ഭക്ഷണമോ കുഴപ്പമില്ല. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നില്ല. ഫിലിപ്പിയർക്ക് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്: ഞാൻ യഹൂദനിൽ നിന്ന് ജനിച്ച യഹൂദനാണ്, ഞാൻ ഫരീസേയനാണ്, ഞാൻ ഗമാലിയേലിൻ്റെ ശിഷ്യനാണ്, ഞാൻ തീഷ്ണതയിൽ മറ്റാരേക്കാളും കുറവില്ലാത്തവനായിരുന്നു. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും കാര്യത്തിൽ അഭിമാനിക്കാൻ അർഹതയുണ്ടെങ്കിൽ അതിലൊക്കെ, അറിവിൻ്റെ കാര്യത്തിൽ, പണത്തിൻ്റെ കാര്യത്തിൽ, തറവാട്ട് മഹിമയുടെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, തീഷ്ണതയുടെ കാര്യത്തിൽ ഒക്കെ, അധികാരത്തിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് അഭിമാനിക്കാൻ വകയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ലാഭകരമായിട്ടുള്ളതെല്ലാം ക്രിസ്തുവിനെ പ്രതിയുള്ള ജ്ഞാനം, ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹം കൂടുതൽ വിലയുള്ളതാകയാൽ മറ്റുള്ളതിനെയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ വേസ്റ്റായിട്ട് കണക്കാക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹം. ഫ്രണ്ട്ഷിപ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ അവസ്ഥ. അപ്പം നമ്മളുടെ ഇപ്പോഴുള്ള അവസ്ഥയും ക്രിസ്തുവിനെ കോടുള്ള സ്നേഹത്തിന് മാർക്കിട്ടോട്ടോ, ഓരോരുത്തർ മാർക്കിട്ടാൽ മതി. ഹല്ലേലൂയ. അപ്പം രണ്ടാമതായിട്ട് അമത്രേസ്യ പറയാണ്: നോട്ട് ഡിസയറിങ് വൺസ് ഓൺ ഗുഡ് ബട്ട് ഓൺലി ദ ഗുഡ് ഓഫ് ദ ബ്രൈഡ്ഗ്രൂം. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുമായി പ്രണയത്തിലാണെന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ എന്താ അന്വേഷിക്കുന്നത്? എനിക്ക് ഏതാണ് ഇഷ്ടം എന്നാണോ അന്വേഷിക്കുന്നത്? അല്ല. അവനിഷ്ടമുള്ള നിറം ഏതാണ്? അവൾക്കിഷ്ടമുള്ള ഐസ്ക്രീം ഏതാണ്? നാച്ചുറൽ ഐസ്ക്രീം ആണോ, അല്ലെങ്കിൽ ചോക്കോബാറാണോ, അല്ലെങ്കിൽ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവൻ്റെ ഇഷ്ടം എന്താണ്? എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അവന് ചായ ആണോ, കാപ്പിയാണോ, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടമാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇഷ്ടമല്ല. അല്ലേ? ആണോ? നിങ്ങൾക്കിതൊന്നും അറിഞ്ഞൂടെ? ഇതൊക്കെ അറിയാവുന്ന ഒരേ ഒരാൾ അച്ഛനാണോ? ഹല്ലേലൂയ. പ്രണയത്തിൽ അങ്ങനെയാണ്. അച്ഛൻ്റെ മുറിയിൽ വന്നിരുന്ന് കുറേ പേര് പറഞ്ഞിട്ട് പോകാറുണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെന്ന്. അതുകൊണ്ടാണ് പ്രണയത്തിൽ നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്നത്. അപരന് 12 മണിയാകുമ്പോൾ എഴുന്നേറ്റിരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടായിട്ടാണോ അവൻ്റെ കോളും കാത്തിരിക്കുന്നത്, അവളുടെ കോളും കാത്തിരിക്കുന്നത്? അല്ല. അവൾക്ക് സൗകര്യം ആ സമയമാണ്. ആ സമയത്ത് ഞാൻ ഉണർന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലുള്ള നന്മയും തിന്മയൊക്കെ അവിടെ നിൽക്കട്ടെ. അച്ഛൻ അതിൻ്റെ ആ ക്യാരക്ടറാണ് പറയുന്നത്. പ്രണയത്തിലായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങളല്ല,
അവൻ്റെയാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ, ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമായിരിക്കുകയില്ല, അപരൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്തരണത്തിൽ പറഞ്ഞു കൊള്ളട്ടെ, ചിലപ്പോൾ നമ്മൾ പുരുഷന്മാരുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പുരുഷൻ്റെ ഇഷ്ടം മാത്രം നോക്കുന്നതിനെയല്ല പ്രണയം എന്ന് പറയുന്നത്. സ്ത്രീയുടെ കൂടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ദാമ്പത്യധർമ്മത്തിലടക്കം എല്ലാ കാര്യങ്ങളിലും അന്വേഷിക്കാനായിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ അച്ഛൻ ഈ രാത്രിയിൽ നൽകട്ടെ. അപ്പോൾ ക്രിസ്തുവുമായി എനിക്ക് ബന്ധമുണ്ടാകുമ്പോൾ, പ്രണയമുണ്ടാകുമ്പോൾ, ഇൻറ്റിമസി ഉണ്ടാകുമ്പോൾ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പോൾ ഞാൻ അന്വേഷിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, എൻ്റെ സൗകര്യങ്ങളല്ല. പൗലോസ് പറയുകയാണ്, വീണ്ടും അച്ഛൻ അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. പൗലോസ് പറയുന്നു, 20 അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:22, ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറൂസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്നറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നത്. എല്ലാ നഗരത്തിലും എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. എൻ്റെ ജീവൻ ഏതെങ്കിലും തരത്തിൽ വിലയുള്ളതായി ഞാൻ കണക്കാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതാ ചില ആളുകൾ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് പിന്തിരിഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, എന്നെ പ്രൊവിൻഷ്യാളച്ചൻ അംഗീകരിച്ചില്ല, എന്നെ ബിഷപ്പ് വേണ്ടതുപോലെ പരിഗണിച്ചില്ല, ഞാനൊരു സീനിയർ പ്രീസ്റ്റായിരുന്നു, എനിക്ക് അർഹിക്കേണ്ട പരിഗണന തന്നില്ല, ഞാൻ ഇത്രമാത്രം ഒരു സീനിയറായിട്ടുള്ള പ്രീസ്റ്റായിട്ട് ഇത്രയും ചെറിയ ഒരിടവകയിലേക്കാണ് എന്നെ നിയോഗിച്ചത്, ഞാൻ ഈ രൂപത വിട്ടുപോകാൻ തീരുമാനിച്ചു, ഞാൻ ഈ സഭ വിട്ടുപോകാൻ തീരുമാനിച്ചു, ഏറ്റവും ഒടുവിൽ ഞാൻ എൻ്റെ പൗരോഹിത്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, അവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു എന്ന് പറയുന്ന പുരോഹിതരുണ്ട്, സന്യസ്തരുണ്ട്, അൽമായ പ്രേക്ഷിതരുണ്ട്. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്താണ് പ്രശ്നം? ആഗ്രഹങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് കൂട്ടുകാരൻ്റെ ആഗ്രഹങ്ങളായിരുന്നില്ല എന്നാണ് ഒരു പരിധിവരെ, അല്ല മുഴുവനായിട്ടും അത് തന്നെയാണ് അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയുമായി സൗഹൃദത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പ്രിയപ്പെട്ടവരെ, ഒരു മായയാണെന്ന് നമുക്ക് മനസ്സിലാവും, കടന്നു പോകുന്നതാണ്, വാനിറ്റിയാണെന്ന് അമ്മ തെരേസ പഠിപ്പിക്കുന്നു. അപ്പോൾ സൗഹൃദത്തിൻ്റെ രണ്ടാമത്തെ ഘടകം അപരൻ്റെ, അതായത് ക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക, സ്വന്തം കാര്യങ്ങൾ മാറ്റിവെക്കുക. അതെല്ലാ സൗഹൃദത്തിലും പ്രിയപ്പെട്ടതാണ്. അമ്മ തെരേസ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, പ്രിയപ്പെട്ടവരെ, സൗഹൃദം എന്ന് പറയുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അവൾ പറയും, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നാം അറിയുന്ന നമ്മുടെ കൂട്ടുകാരനായ ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ്. അതിലൊരു സൗഹൃദം കിടക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ. അതുപോലെ തന്നെ അമ്മ തെരേസ പറയും, ഈ ഭൂമിയിൽ കർത്താവിന് കുറേ ശത്രുക്കളുമുണ്ട്, കുറച്ച് മിത്രങ്ങളുമുണ്ട്. ആ മിത്രങ്ങൾ, ആ കുറച്ചുള്ള മിത്രങ്ങൾ ശരിക്കുള്ള മിത്രങ്ങളായി തീരുന്നതിന് വേണ്ടിയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ യത്നിക്കേണ്ടത് എന്ന് അമ്മ തെരേസ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനോട് എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. വചനം ഇങ്ങനെയാണ്, അവർ ലോഡ് ഹാവ് സോ മെനി എനിമീസ് ആൻഡ് ഫ്യൂ ഫ്രണ്ട്സ് ആൻഡ് ദോസ് ഫ്യൂ ഫ്രണ്ട്സ് ഷുഡ് ബി റിയലി ഗുഡ് ഫ്രണ്ട്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു ടെസ്റ്റിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സുഹൃത്തുക്കളായിരിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ സുഹൃത്തുക്കളായവരോട് ചേർന്ന് ആനന്ദിക്കാൻ പറ്റുകയുള്ളൂ. അതായത് അവനെ വെറുക്കുന്നവരുടെ ഇടയിൽ പോയി ഇരിക്കാൻ പറ്റില്ല, അവനെ ദ്വേഷിക്കുന്നവരുടെ ഇടയിൽ പോയി നിൽക്കാൻ പറ്റില്ല, അവനെ വെറുക്കുന്ന, നിന്ദിക്കുന്ന സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഒരു കാമുകനുണ്ട്, അല്ലെങ്കിൽ കാമുകിയുണ്ട്, അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ മക്കളുടെ കാര്യം എടുക്കുക. നമ്മുടെ മക്കളെക്കുറിച്ച് മോശമായി പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവരെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നു. നമ്മുടെ മക്കളെക്കുറിച്ച് മോശമായി ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്ത്.
ഇല്ല, കാരണം നമ്മളവരെ സ്നേഹിക്കുന്നു. അതുപോലെ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവുമായി ചങ്ങാത്തത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട എന്തിനെക്കുറിച്ചെങ്കിലും മോശമായി പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ പങ്കുചേരുകയില്ല. അത് സഭയെക്കുറിച്ചാകാം, സഭയുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ചാകാം. അപ്രകാരമുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കുചേരുകയും നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇട്ട് കൊടുക്കുകയും അത് ശരിയാണ് കേട്ടോ. നിങ്ങളുടെ മക്കളെക്കുറിച്ച് പറയാണ്, അച്ഛൻ പറയുന്നില്ല, ഇങ്ങനെ പറയുമ്പോൾ ഒരു മോശമായിട്ടൊരു കാര്യം പറയുമ്പോൾ അത് ശരിയാണെന്ന് നിങ്ങൾ പറയോ? നിങ്ങളെ മക്കളെക്കുറിച്ച് പറയണത് എൻ്റെ മോനൊരു തെമ്മാടിയാണെന്ന് പറയുമ്പോൾ അത് ശരിയാണ് കേട്ടോ പറയോ? പറയില്ല. കാരണം എന്താണ്? നമ്മളവരെ സ്നേഹിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടതുമായിട്ട്, ക്രിസ്തുവിൻ്റെ ശരീരവുമായി, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ആയി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് ശരിയാണെന്ന്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പകരം ചെയ്യേണ്ടത് എന്താണ്? മേക്ക് ഹിം ലൗഡ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ നമ്മൾ പ്രചോദിപ്പിച്ചിട്ട് പറയും. വീണ്ടും ഉദാഹരണത്തിലേക്ക് വരട്ടെ. ഒരു പെൺകുട്ടി ഒരു പുരുഷനുമായി പ്രണയത്തിലാണ്. അവൾ വീട്ടിൽ വന്നിട്ട് എന്ത് പറയും? അമ്മച്ചി, ചാച്ചാ, ഡാഡി, നല്ല നല്ല പയ്യനാണ് കേട്ടോ അമ്മച്ചി, ഒരു കുഴപ്പമില്ല അമ്മച്ചി, അല്ലെങ്കിൽ ഒരു ചാച്ച ഒരു കുഴപ്പമില്ല, നല്ല ചേട്ടായിയാണ്, എന്തൊരു നല്ല സംസാരമാണെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് എന്തു ചെയ്യും? അവനോടൊരു താല്പര്യമില്ലാത്തവരിൽ താല്പര്യമുണ്ടാക്കും. ഇല്ലേ? പക്ഷെ എന്ത് കഷ്ടമാണെന്നൊക്കെ. നമ്മൾ മറ്റുള്ളവരെ, നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ നമ്മൾ എന്തു ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ വേണ്ടി എത്ര പേരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? എത്ര പേരോട് നമ്മൾ പറയുന്നുണ്ട് നല്ല പയ്യനാണെന്ന്? അതൊഴിച്ച് ബാക്കി നമ്മൾ എന്തും പറയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരി കത്തിച്ച് വെച്ച് പോയാൽ പോരാ, മുട്ടയിൽ വലിഞ്ഞ് പോയാൽ പോരാ. അതൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിറച്ചിട്ട് പോയാൽ പോരാ, നിറച്ചിടുന്നത് ഒരു നിർബന്ധമില്ല. ഹല്ലേലൂയ. നമുക്ക് കൃപ കിട്ടുന്നതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലണം. ഈശോയെ, ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ എന്ന് നമുക്കിപ്പോൾ തന്നെ ഒന്ന് ചൊല്ലാം അല്ലേ? ഈശോയെ, ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഇതെല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യം കൂടെ ചെല്ലേ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒത്തിരി പേര് ഈശോയെ സ്നേഹിക്കാനായിട്ട് ഇടവരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ പ്രേക്ഷിത ചൈതന്യം വലിയൊരു ആവശ്യമാണ്. അടുത്തതിലേക്ക് പോകട്ടെ. 4, നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹിതരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള ജീവിതം, നമുക്ക് ഈ ഭൂമിയിലുള്ള ജീവിതത്തോട് ഒരു പരിധിവരെ താല്പര്യം നഷ്ടപ്പെടുമെന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. ദ ലൈഫ് ഓൺ എർത്ത് വിൽ ബി വേറിസം. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ക്രിസ്തുവുമായി പൂർണ്ണമായി ഐക്യപ്പെടാൻ പറ്റില്ല. കാര്യം ശരിയാണ്, ഫോണൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ കല്യാണം നടക്കുന്നില്ല. ഉദാഹരണം, വിദേശത്തായിട്ടുള്ള പയ്യൻ ആശിച്ച് മോഹിച്ച് കാത്തിരുന്ന് ഈ കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോഴാണ് അവിടെ ഒരു പുതിയ ജോലി കിട്ടിയിരിക്കുന്നത്. 3.5 ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ഓഫർ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് 2 വർഷത്തേക്ക് ലീവില്ല. നിങ്ങൾ പറ, ഇവിടെ കല്യാണത്തിന് പെൺകുട്ടി കാത്തിരിക്കുന്നു, അവിടെ അവന് ജോലി കിട്ടിയിരിക്കുന്നു. ആ ജോലി കുറേ നാളായിട്ട് ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാണ്. ഒത്തിരി അതിനുവേണ്ടി പഠിച്ചു പരിശ്രമിച്ച് ഇൻ്റർവ്യൂ പരീക്ഷ ഒക്കെ ചെയ്ത് കിട്ടിയതാണ്. പക്ഷേ ഇവിടെ കല്യാണത്തിന് വേണ്ടി കൊച്ചു കാത്തിരിക്കുന്നു. ഈ ജോലി എന്തായിട്ട് മാറും? ഒരു ഭാരമാണ്. പിന്നെ വിട്ടിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് പിടിച്ചു നിൽക്കും അല്ലേ? അമ്മ ത്രേസ്യ പറയാണ്, നമ്മളുടെ ഈ ഭൂമിയിലുള്ള ജീവിതം ക്രിസ്തുവുമായി ബന്ധപ്പെടുന്നതിനുള്ള ആത്മാവിൻ്റെ ആഗ്രഹം മൂലം ഒരു
വേറിസം, ഇത് ഒരു ഭാരമായിട്ട് മാറും. നമ്മൾ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുകയില്ല. ഹല്ലേലൂയ. പൗലോസ്, വീണ്ടും പൗലോസിലേക്ക് പോകട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറയുകയാണ്, ഇങ്ങനെയാണത്: എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു. എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ. അതായത് ഈ മരിച്ചിട്ടാണെങ്കിൽ കൂടെ, എന്തൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടാണെങ്കിലും കൂടെ, അവൻ്റെ കൂടെ ആയിരിക്കാനുള്ള ആത്മാവിൻ്റെ ദാഹമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവുമായി നമ്മൾ ഫ്രണ്ട്ഷിപ്പിലാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. 5 പോവാം. അവസാനത്തെ ഒരു സൈനാണ്, ക്യാരക്ടറാണ്. അവരെ സ്നേഹിക്കാൻ എനിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാതിരിക്കുമോ എന്ന ഭയം. ക്രിസ്തുവുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലായിരിക്കുമ്പോൾ ഒരു ഭയം എന്താണെന്നറിയാവോ? എനിക്ക് കൂടുതൽ ക്രിസ്തുവിന് വേണ്ടി സഹിക്കാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും ചാൻസ് കിട്ടാതിരിക്കുമോ എന്ന ഭയം. എന്നെ ആരെങ്കിലും പിടിച്ച് കൊല്ലുമോ എന്നുള്ള ഭയമല്ല. എനിക്ക് സുവിശേഷം പ്രസംഗിക്കാൻ തടസ്സമുണ്ടാകുമോ എന്ന ഭയം. എനിക്ക് അവിടുത്തെ സ്നേഹം ആസ്വദിക്കാൻ കഴിയാത്ത വിധം ഞാൻ പാപത്തിലേക്ക് വീണു പോയേക്കുമോ എന്ന ഭയം. അവിടുത്തെ സ്നേഹം ഒരുപക്ഷെ ഞാൻ അറിയാതെ എങ്കിലും ഒരു ലഘുപാപം മൂലം എങ്കിലും ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയേക്കുമോ എന്ന ഭയം. ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും അവിടുത്തെ ഞാൻ മുറിവേൽപ്പിക്കുമോ എന്ന ഭയം. ഈ ഒരു ഭയമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഭയമുണ്ട്. ഞാൻ എൻ്റെ ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത വിധം പറഞ്ഞു പോയേക്കുമോ എന്ന ഭയം. ഇല്ലേ? ഉണ്ടോ? പിന്നെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ അപ്രകാരം ഒരു ഭയം നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കും. ഒരു വാക്കുകൊണ്ട് പോലും, ഒരു ചിന്ത കൊണ്ട് പോലും, ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് പോലും നമുക്ക് അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാനുള്ള തീരുമാനമെടുക്കും. എനിക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന ഭയം. ഇല്ലേ? അങ്ങനൊരു ഭയമില്ലേ നമുക്ക്? പക്ഷെ അതിനേക്കാൾ വേറെ വലിയ ഭയമാണ് പള്ളിയിൽ പോയോ കൊറോണ പിടിക്കോ എന്നുള്ള ഭയം. ഇതിൽ ഏതാണ് വലിയ ഭയം? ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു കാര്യം, ഇതൊക്കെ 2 വശങ്ങളും ഇങ്ങനെ മാറി മാറി പറയുന്നത്, ക്രിസ്തുവിനോടുള്ള ഫ്രണ്ട്ഷിപ്പ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആദ്യ കാൽവയ്പ് നടത്തുന്നേ ഉള്ളൂ, നമ്മൾ നടക്കാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എത്രമാത്രം ക്രിസ്തുവുമായിട്ടുള്ള സൗഹൃദം ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ അമ്മ ത്രേസ്യ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. കണ്ണുകളടക്കാം. കേട്ട ആത്മീയ ചിന്തകൾ നമുക്ക് ആത്മീയ ഉണർവ്